ഏഷ്യാനെറ്റ് ഓണം പ്രീമിയർ ചലച്ചിത്രങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഓരോ ഓണത്തിന് നമ്മുടെ മലയാളം ടെലിവിഷൻ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ മലയാള സിനിമകൾ ഏതൊക്കെയാണെന്നാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് നിരവധി ചിത്രങ്ങളാണ് ഏഷ്യാനെറ്റ് പ്രീമിയറായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ മുസ്ലിം കേന്ദ്ര കഥാപാത്രമെടുത്തി ഈ വർഷം തിയേറ്ററിലെത്തിയ ചിത്രമുള്ള മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ. അഭിനവ് സുന്ദർ നായിക് അണിയിച്ചൊരുക്കിയ ചിത്രം ഒരുപാട് ചർച്ചകൾക്ക് വഴി തെളിച്ചിട്ടുണ്ടായിരുന്നു. തിയേറ്ററുകളിൽ വലിയ വിജയങ്ങളൊന്നും സ്വന്തമാക്കാത്ത ചിത്രം, എന്നാൽ പിന്നീട് OTT റിലീസിന് ശേഷം തരംഗമായിട്ട് മാറിക്കായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ഓണത്തിന് ഏഷ്യാനെറ്റ് ചാനൽ വഴി നമുക്ക് മോളിവുഡ് ടൈംസ് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ സർപ്രൈസ് ഹിറ്റായിട്ട് മാറിയ ചിത്രമാണല്ലോ മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. ഭരതനാട്യം എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിരുന്നു മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ചിത്രമായിരുന്നു ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. കൃഷ്ണദാസ് മുരളിയായിരുന്നു ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നേ. ആദ്യ ഭാഗത്തിലെ മെയിൻ താരങ്ങൾ എല്ലാം തന്നെ അണിനിരുന്ന ചിത്രം രണ്ടാം ഭാഗം വമ്പൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 മുതൽ 6 കോടിക്ക് അടുത്ത് ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം ഏകദേശം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ ഹിറ്റ് ലിസ്റ്റ് ഇടം നേടുകയും പിന്നീട് നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ഓണത്തിന് ഏഷ്യാനെറ്റ് പ്രീമിയർ ആയിട്ട് ഈ ഒരു സിനിമയെ അണിയിച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഓണത്തിന് മലയാള സിനിമാ പ്രേമികൾ ഏറെക്കാലമായിട്ട് കാത്തിരുന്ന അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളായിട്ട് മാറിയ ചിത്രമുള്ള ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ. മോഹൻലാലും മീന കൂട്ടുകെട്ടിൽ ഒന്നിച്ച ചിത്രം ദൃശ്യം സീരീസിന്റെ 3ാം ഭാഗമായിരുന്നു. ജിത്തു ജോസഫ് തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു ഓണത്തിന് ഈ ഒരു സിനിമ ഏഷ്യാനെറ്റ് ചാനൽ വഴി നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഏകദേശം 200 കോടിക്ക് മുകളിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് കളക്ഷൻ നേടി ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണം വാരി ചിത്രങ്ങളൊന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ സർപ്രൈസ് ആയിട്ട് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയ ചിത്രമുള്ള വാഴ 2 എന്ന് പറയുന്ന സിനിമ. സോഷ്യൽ മീഡിയ താരങ്ങളായിട്ടുള്ള ഹാഷിർ, അരുൺ സിറാജ്, വിനായക്, അജിൻ ജോയ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ബിപിൻ ദാസ് അണിയിച്ചൊരുക്കിയ ചിത്രം. ബിപിൻ ദാസ് തിരക്കഥ എഴുതി സബിൻസ ഡയറക്ട് ചെയ്ത ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളൊന്നായിട്ട് മാറുകയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചിത്രം ഈ വരുന്ന ഓണം നാളുകളിൽ ഏഷ്യാനെറ്റ് ചാനൽ വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെതായിട്ട് പുറത്തുനിന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ 4 വമ്പൻ ചിത്രങ്ങളാണ് ഈ ഒരു ഓണത്തിന് മെയിനായിട്ട് സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന ചിത്രങ്ങൾ. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചിത്രങ്ങൾ അനൗൺസ് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം കൂടുതൽ ഓണം സിനിമകൾക്കായിട്ടൊക്കെ. അപ്പോൾ ഈ 4 ചിത്രങ്ങൾ ഏത് സിനിമ നിങ്ങൾ TV-യിൽ കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.